ഹായ് ഫ്രണ്ട്സ്, ചിരുളി വീഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? കോവിഡ് അല്ലേ? കോവിഡ് എല്ലായിടത്തും കൂടിക്കൊണ്ടിങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മളെന്താണെന്ന് ഉണ്ടാക്കാൻ പോകണം അറിയോ? നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ കഴുകണില്ലേ? അപ്പോൾ കൈ കഴുകാൻ വേണ്ടിയിട്ട് ഹാൻഡ് വാഷ് വേണം. അപ്പോൾ ആ ഹാൻഡ് വാഷ് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് കാണിക്കാൻ പോണേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഹാൻഡ് വാഷ് എങ്ങനെ ഉണ്ടാക്കാൻ പോകണം അറിയോ? നമ്മൾ മേലൊക്കെ തേക്കുന്ന സോപ്പില്ലേ, കുളിക്കുന്ന സോപ്പ്, ഈ സോപ്പും ഒരു ഗ്ലിസറിനും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഈ സോപ്പ് ഉണ്ടല്ലോ, ഇത് ലെക്സ് സോപ്പാട്ടോ. ഇതേപോലത്തെ കട്ടിയുള്ള സോപ്പ് തന്നെ എടുക്കണേ. അതേപോലെ നല്ലോണം പതമുള്ള ആയുർവേദിക് സോപ്പൊക്കെ അല്ലേ, അതൊന്നും എടുക്കരുത്. അതൊന്നും എടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പവർ കിട്ടൂല. നമ്മൾ പീടികയെന്നൊക്കെ വാങ്ങണേറ്റാൽ അതേ ഒരു രീതിക്കുള്ളൊരു ഇത് കിട്ടൂല. അപ്പോൾ ഇതേപോലത്തെ കട്ടിയുള്ള സോപ്പ് എടുക്കണം. അതുപോലെ തന്നെ ഗ്ലിസറിൻ, ഏറ്റവും ചെറിയ കൂട് വാങ്ങിയാൽ മതി ഗ്ലിസറിൻ. ഇതിന് 18 രൂപയെ വിലയുള്ളൂ. നമുക്ക് 2 സ്പൂണ് മതി. അപ്പോൾ കുറച്ച് മാത്രം വാങ്ങിയാൽ മതി ഗ്ലിസറിന്. അപ്പോൾ അതിന് തന്നെ നമ്മൾ ഈ സോപ്പ് ഇതേപോലെ പൊളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സോപ്പ് നല്ല സ്മെല്ലുള്ള സോപ്പായാലും നമ്മളെ ഹാൻഡ് വാഷിനും ആ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ കണ്ടില്ലതാ, ലെക്സ് സോപ്പാണ് എടുത്തത്. ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കണം നമ്മൾ. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. നല്ല കട്ടിയുള്ള സോപ്പായതുകൊണ്ട് കുറച്ചൊരു ടൈറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ആക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്താലും മതി. ഇത് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഈ ഒരു വീഡിയോ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കടകളിലേക്കൊന്നും അധികം പോകാനൊന്നും വയ്യ. കാരണം ഹാൻഡ് വാഷ് നമുക്ക് വീട്ടിലെപ്പോഴും അത്യാവശ്യമാണല്ലോ. അപ്പം നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് കുറേ ദിവസം, കുറേ കാലങ്ങളോളം ഇത് ഉപയോഗിക്കാമല്ലോ. 2 ലിറ്റർ ഹാൻഡ് വാഷാണ് നമുക്കിതിന്ന് കിട്ടണേ. ഈ ഒരു സോപ്പും ഒരു 2 സ്പൂണ് ഗ്ലിസറിനും ഉണ്ടായാലും നമുക്ക് 2 ലിറ്റർ ഹാൻഡ് വാഷ് കിട്ടും. അപ്പോൾ അത് എത്ര കാലം ഉപയോഗിക്കാനുണ്ടാവും? ഈ കൊറോണ സീസണൊക്കെ ഒന്ന് കഴിയാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കഴിഞ്ഞാലും നമുക്ക് ഈ ഹാൻഡ് വാഷ് വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ അരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്മെല്ല് തന്നെ ആകുമ്പോൾ ആ ഹാൻഡ് വാഷിനും ഉണ്ടാവുക. നമ്മൾ എന്താ ചെയ്യാൻ പോകണം അറിയോ? ഇനി നമ്മൾ 2 ലിറ്റർ വെള്ളം അടുപ്പത്തിച്ച് തിളപ്പിക്കാൻ പോവാണ്. ആ തിളച്ചയ്ക്ക് ശേഷമാണ് നമ്മളിത് ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് വേഗം അടുക്കളയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ 2 ലിറ്റർ വെള്ളം ഇട്ട് അടുപ്പത്തിച്ച് തിളപ്പിക്കണേ. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മളെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സോപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ സോപ്പ് ഇതിടുമ്പോൾ കട്ട കുത്താൻ സാധ്യത ഉണ്ട്. അപ്പോൾ ആ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലപോലെ ഉടച്ചു കൊടുക്കണേ. ഇനി ജസ്റ്റ് ഒരു ഫസ്റ്റത്തെ ഒരു തള വരുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് വാങ്ങിക്കണം. അപ്പോൾ ഇതാ ഒന്നും കൂടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ ഓഫാക്കിയിട്ട് വാങ്ങാം കേട്ടോ. നമുക്ക് ഈ ലായനിക്ക് 2 ടേബിൾ സ്പൂണ് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്യണേ. അപ്പോൾ അതാ നമ്മളെ സംഭവം ഫുള്ള് റെഡി ആയിട്ടില്ല. അപ്പോൾ ഇത് ഒറിജിനൽ ഹാൻഡ് വാഷിൻ്റെ രീതിക്ക് തന്നെ ആവാൻ 10 മണിക്കൂർ വേണം കേട്ടോ. അപ്പോൾ 10 മണിക്കൂറിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, 10 മണിക്കൂറിന് ശേഷം, അപ്പോൾ 10 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം നമ്മൾ ഹാൻഡ് വാഷ് എന്തായി എന്ന് നോക്കാൻ പോവുകയാണ്. ഇപ്പോൾ നല്ലോണം കട്ടിയായിട്ട് നിൽക്കല്ലേ. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ ഇളകണാണ്. നല്ലോണം ഇളക്കിയിട്ട് മിക്സാക്കിയിട്ട് വേണം നമുക്കിത് കുപ്പിയിൽ ഒഴിച്ചേക്കാൻ. അപ്പോൾ അതാ നല്ല പോലെ കട്ടയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. അതാ കണ്ടില്ലേ. നമുക്കിത് ഒരു കുപ്പി ഒഴിക്കാം കേട്ടോ. അതാ കണ്ടില്ലേ, ശരിക്കും നമ്മളെ ഹാൻഡ് വാഷ് കടയിൽ നിന്നൊക്കെ വാങ്ങണ അതേ ഒരു രീതിക്ക് തന്നെ വരുന്നുണ്ട്. കണ്ടില്ലേ. നമുക്ക് ഇതേപോലെ നല്ലപോലെ മുറുക്കി അടക്കി കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളി കുപ്പിയിൽ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചെടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അതാ ഉണ്ടല്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ അതേപോലത്തെ ഹാൻഡ് വാഷ് ഇതാ നമ്മൾ കൈ കൊണ്ട് ഇത് ഉണ്ടാക്കി ഇതാ കൈക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പതപ്പിച്ച് വെക്കട്ടോ. അതാ കണ്ടോ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങണ അത്രയ്ക്ക് പതില്ലെങ്കിലും എന്നാലും പതയൊക്കെ ഉണ്ട്. അത് കണ്ടില്ലേ. പിന്നെ ഇപ്പോൾ ഇത് സോപ്പ് കൊണ്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയേ. അപ്പോൾ സോപ്പ് കൊണ്ട് തന്നെ കൈ കഴുകിയാലൊക്കെ മതി.
പക്ഷെ എന്താ വെച്ചാൽ ആ ഒരു സോപ്പ് ഒരാൾ തന്നെ എടുക്കുക, പിന്നെ അവിടെ തന്നെ വെക്കുക, പിന്നെയും മറ്റേ ആൾ എടുക്കുക, അങ്ങനെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഹാൻഡ് വാഷിൻ്റെ രീതിയിലാക്കുമ്പോൾ അതേപോലെ 2-3 കുറച്ച് ഡ്രോപ്പ് എടുത്താണ്ട് കൈ കഴുകുമ്പോൾ അടിപൊളിയായില്ലേ. അതുണ്ടോ, നല്ല പദമുണ്ട് അല്ലേ. നമുക്ക് കൈ കഴുകാം കേട്ടോ. അങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് അടിപൊളിയായിട്ട് കൈ കഴുകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ അടിപൊളി ഹാൻഡ് വാഷ് നമ്മൾ റെഡിയാക്കിയെടുത്ത് നല്ല 2 അടിപൊളി കുപ്പിയിലാക്കിയിട്ടുണ്ട്. ബാക്കി കുറച്ചും കൂടി ഉണ്ട്, അതിന് വേറെ കുപ്പിയിലൊക്കെ ആക്കി വെക്കാം. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേ ഒരു രീതിക്കുള്ളൊരു പതയൊന്നും എന്തായാലും ഉണ്ടാവില്ല കേട്ടോ. കാരണം കടയിലൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇത് പറഞ്ഞാൽ ഒരു സോപ്പല്ലേ ഉള്ളൂ, 100 ഗ്രാമിൻ്റെ ഒരു സോപ്പ്, പിന്നെ 2 സ്പൂൺ ഗ്ലിസറിനും. അപ്പോൾ അത് മാത്രം വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യണത്. ഒരു 30 ഉറുപ്യ കൊണ്ട് നമ്മളെ പരിപാടി ഫുള്ള് കഴിയും. നമുക്ക് എത്ര ദിവസം 2 ലിറ്ററാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. കുറേ കാലത്തിന് നമുക്ക് ഹാൻഡ് വാഷ് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേ രീതിക്ക് ഉണ്ടാക്കുക എല്ലാവരും. അതുപോലെ വീട്ടിലൊക്കെ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. പുറത്തൊക്കെ പോയി വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ഹാൻഡ് വാഷൊക്കെ ഇട്ടിട്ട് കൈയൊക്കെ കഴുകുക. പിന്നെ അതുപോലെ സാനിറ്റൈസർ ഉപയോഗിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഇതേ രീതിക്ക് ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്ന വീഡിയോസ് യൂട്യൂബിൽ ഒരുപാടുണ്ടാവും. കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒരു ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. കാരണം നമ്മളെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണല്ലോ. നമുക്കിത് ഉണ്ടാക്കി വെച്ച് വിചാരിച്ചിട്ട് ഒരിക്കലും ഏറെ ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചിരുളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മളിരുന്ന അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ അതേപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും നല്ല വീഡിയോയോട് കൂടി ഒരു ടാറ്റ. നല്ല മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്.